ഗൈസ് വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് മാറ്റിക്കൊണ്ടിരിക്കുക അല്ലെ മച്ചന്മാരെ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ടല്ല, നമ്മൾ രണ്ടാമത്തെ തവണയാണ്. ഇന്നൊരു ചെറിയ ഗീവ് അവേ ഉണ്ട് നമ്മുടെ 2 സബ്സ്ക്രൈബറിന്, അതായത് 2 പേർക്ക് നമ്മൾ നമ്മുടെ ഹോളി ക്യാമ്പയിൻ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ ചാനലിൽ. ഇതപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം മച്ചന്മാരെ. 89 രൂപേന്റെ 2 പേർക്ക് 260 കോയിൻ ഉണ്ട്. 8 ദിവസം കൂടെ ബാക്കിയുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ഇനി കൂട്ടി വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇത് ഉള്ളതുകൊണ്ടാണ്. ഉറപ്പായിട്ടും നമുക്ക് ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഉറപ്പായിട്ടും നമ്മൾ ഇതിനനുസരിച്ച് ഇനിയും കോയിൻ കൂട്ടുന്നതായിരിക്കും. ഇപ്പൊ 260 കോയിൻ ഉള്ളു 2 പേർക്കാണ്. അപ്പൊ 520 കോയിൻ. അപ്പം 2 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് 1K ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ 1K ലൈക്ക് ആയി കഴിയുമ്പോഴത്തേനും നിങ്ങൾ കമന്റ് ഇടുക. കാരണം നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ കമന്റ് ഇടുക, അതുപോലെ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ പിക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ട് നമ്മൾ റാൻഡം ആയിട്ട്, അതായത് ആപ്പിൽ ആരാണോ 2 പേര് വരുന്നത് റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് അവര് ജസ്റ്റ് ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് നേരിട്ട് റിഡീം കോഡ് അയച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും 89 രൂപേന്റെ 2 ഓഫറാണുള്ളത്. 89 രൂപയ്ക്ക് 2 പേർക്ക് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഗീവ് അവേ സെറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഗീവ് അവേ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്റെ അക്കൗണ്ട് ആയിരുന്നു. അപ്പം ഇപ്രാവശ്യം ഞാൻ എന്താ പറഞ്ഞാൽ ഇനി ഇതുപോലത്തെ വെറൈറ്റി എല്ലാം വരും കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് എന്റെ അക്കൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ കൂട്ടാട്ടോ. കോയിൻ എന്തായാലും ഞാൻ കൂട്ടാം, കാരണം നമ്മുടെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടാൻ വെച്ചാൽ മതി. അപ്പോൾ ഉറപ്പായിട്ടും കേസ് എന്താ പറയുക, നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നതിന് ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സിമ്പിൾ കാര്യമുള്ളൂ, ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. 1K ലൈക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോ പിക്കർ വെച്ച് സെലക്ട് ചെയ്ത് അപ്പോൾ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ മച്ചന്മാരെ. അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ ഞാൻ വെളുപ്പിന് നോക്കുമ്പോൾ 4:58 എന്താ പറയാ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ചൊരു കമന്റ് ചെയ്തായിരുന്നു വേൾഡ് കപ്പിൽ നെയ്മറും മെസ്സി ഇല്ലാന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇന്നലത്തേലും ഞാൻ കുറെ പേരുടെ നമ്മുടെ കമന്റ് കണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എന്താ പറയുക കമന്റ് ഒക്കെ ചെയ്തു. ഹ്യൂമ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ കമന്റ് ചെയ്തു, അർജന്റീന കമന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ഒക്കെ ചെയ്യുക അതിനെപ്പറ്റി മച്ചന്മാരെ. അപ്പം ഞാൻ പറയാനുള്ള എന്താ വെച്ചാൽ, ഓൾറെഡി നമ്മുടെ ബിഗ് ടൈം നിങ്ങൾക്കറിയാം, നമ്മുടെ അംബാസഡർ ആയിട്ടുള്ള യമാലും സുവാരസും ആയിരിക്കും മിക്കവാറും ഈ വരുന്ന അപ്ഡേറ്റിൽ ഉണ്ടാവും. ഈ 20-ാം തീയതി നല്ലൊരു അപ്ഡേറ്റ് കാണുന്നുണ്ട് കേട്ടോ. മേജർ അല്ല, മൈനർ ആണ്. അപ്പൊ ഇത് സംഭവം കൺസെപ്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളിലേക്ക് എനിക്ക് കാണിക്കണം തോന്നി. സംഭവം ഇത് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. ഇവർട്ടോട് ഈ ഫുട്ബോൾ നോക്കിയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. റൊണാൾഡോന്റെ ഈ ഒരു കാർഡ് ഇവരിപ്പോ പറയുന്നത് 16-ാം തീയതി 12 ഏപ്രിൽ 16 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഈ ഒരു കാർഡ് വരുമോ വരില്ല എന്നും. പിന്നെ പറയാനുള്ള ഓൾറെഡി നമ്മുടെ, കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാർഡ് എനിക്ക് തോന്നുന്നു കൺസെപ്റ്റ് ആയിട്ട് പറയാൻ കാരണം ജുവന്റസിന്റെ ഒരു ടൈപ്പിന് വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണോ ഇത് ഇട്ടേന്നറിയില്ല. പിന്നെ ഞാൻ കണ്ടപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൂ. ഓക്കെ മച്ചന്മാരെ, അപ്പൊ അടുത്ത പറയാനുള്ള നമ്മുടെ പോൾ ബൈ പ്രഡിക്ഷൻ ആണ്. കാരണം കുറച്ച് പേര് എന്താ പറയുക ഇതിനെപ്പറ്റി കൂടെ പറഞ്ഞായിരുന്നു. നമ്മുടെ യമാലൊക്കെ ഉണ്ട് കേട്ടോ. യമാല്, വാൽവരുടെ ഡൊണാരുമോ ഒക്കെ ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. കഴിച്ച് അപ്പൊ ഇത്രയും കാർഡുകളാണുള്ളത്. പിന്നെ കഴിച്ച് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ലയണൽ മെസ്സിയുടെ ഒരു കാർഡ് ഉണ്ട്. ഓൾറെഡി ഈ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു കാർഡുകൾ വന്നായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഏപ്രിൽ ഒരു അപ്ഡേറ്റിനാണ് നമ്മുടെ മറ്റേ ബൂട്ട്കിസി മെസ്സി, ആ ബിഗ് ടൈം മെസ്സി ഒക്കെ എൻ്റെ അടുത്തുള്ള സാധനമൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. കാരണം ആ ഒരു കാർഡൊക്കെ മിക്കവാറും ഇങ്ങനെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ മച്ചാമാരെ, ഈ ഒരു ബ്ലിറ്റ്സ് കാർഡ് അതുപോലെ തന്നെ ഈ ഒരു പാക്കിലുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്തായാലും ഞാനിത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. സണ്ണ് ഇനി റിപ്പീറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ റൊമാരിയോന്റെ ഒരു കാർഡാണ് ഗൈസ്. ഓൾറെഡി ഇപ്പൊ ഡെയിലി ഗെയിം അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഈ ഫുട്ബോളിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം അംബാസഡർ പാക്ക് നമ്മുടെ സുവാരസും കൂടെ ഉണ്ട്. അപ്പൊ മിക്കവാറും ഈ വരാൻ പോണ നമ്മുടെ മേജർ അപ്ഡേറ്റിൽ ഇനി ഒരു മിക്കവാറും നല്ലൊരു പാക്ക് സുവാരസിന്റെ കാണും. അപ്പൊ ഗൈസ് നമുക്ക് ഉള്ളവരൊക്കെ ശശിയാകുന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. പിന്നെ പറയാനുള്ള നമ്മുടെ പോൾ ബൈ പ്രഡിക്ഷൻ ആണ് ഈ വരുന്ന 20-ാം തീയതി, അതായത് ഈ വ്യാഴാഴ്ച നമ്മൾ 10 മണിക്ക് ലൈവ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഗൈസ് ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, പിന്നെ നമ്മുടെ കോട്ടോയ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ടോറസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പ്രാവശ്യത്തെ ബ്രൂണോ നന്നായിട്ട് ഇതായിരുന്നു. അപ്പം പിന്നെ മിക്കവാറും നമ്മുടെ വിക്ടർ ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും എല്ലാവരും എടുക്കുക, ഫ്രീ ട്രൈ ഒക്കെ എടുക്കുക കേട്ടോ ഗൈസ്. പിന്നെ പറയാനുള്ള ഓൾറെഡി നമ്മുടെ മാച്ച് പാസ് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ മിക്കവാറും ഈ വരുന്ന ഒരു വ്യാഴാഴ്ച ആയിരിക്കും അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും നമ്മുടെ ഇങ്ങനെ ഒരു മെസ്സി ലോഗിൻ ബോണസ് ആയിട്ട് കിട്ടുമെന്നാണ് കേട്ടത്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. പിന്നെ പറയാനുള്ള ഡെയിലി ഗെയിമിൽ നമ്മളിത് കുറേ ആയി ശരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പാക്കാണ് പാർക്ക് ജീസുങ് ഒക്കെ. നിങ്ങൾ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു. ഈ ഒരു പെസ് ടൈമിൽ ഉണ്ടായിരുന്ന യൂസേഴ്സിനൊക്കെ അറിയുന്നതാണ്. പാർക്ക് ജീസുങ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ പ്ലെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ റോബർട്ട് കാർലസ് ആയാലും ഇക്കർ കസിലിയസ് ആയാലും. അപ്പൊ മിക്കവാറും നമ്മുടെ ഡെയിലി ഗെയിമിൽ വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഡെയിലി ലാപ്പൊക്കെ കുറെ അങ്ങ് എത്തിയല്ലോ. അപ്പൊ ശരിക്കും ഇവർ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിക്കവാറും ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഗൈസ്. കാരണം
എല്ലാം കൂടെ ഒരു ദിവസം വരുമോ എന്നാണ്. ഇപ്പൊ April 3 നമുക്ക് അപ്ഡേറ്റിന്റെ ഡേറ്റ് അങ്ങനെ കൺഫേം ആയിട്ടില്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. കാരണം എന്താ പറയാ, ഇത്രയും പാക്കും കാര്യങ്ങളൊക്കെ വരാനുള്ളതുകൊണ്ട് കൊനാമി ശരിക്കും കുഴപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇത്രയും പാക്കുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. നമ്മൾ ഇനിയും ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഉറപ്പായിട്ടും കോയിനും കാര്യങ്ങളും കൂട്ടി വരുന്നതായിരിക്കും കേട്ടോ മച്ചാമാരെ. പിന്നെ ഉറപ്പായിട്ട് നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ, അതായത് ഇപ്പൊ 2 പേരൊന്നുള്ളൂ, പക്ഷെ നമുക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. 1K ലൈക്കാണ് ഇന്നത്തെ ലൈക്കിന്റെ ഒരു വീഡിയോന്റെ ഇത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ടാർഗറ്റ് ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യുക. ഞാൻ ഓട്ടോ പിക്കർ വെച്ച് ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഭാഗ്യവന്മാര്. 89 രൂപേന്റെ 2 റിഡീം കോഡാണ് ഞാൻ തരുന്നത്. അപ്പൊ മച്ചാമാരെ ചിലപ്പോൾ 89 നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ 89 എന്താ പറയാ ഇപ്പൊ കിടക്കുന്ന പാക്ക് വെറുതെ കറക്കിക്കോ. കാരണം ചിലപ്പോൾ എങ്ങനെ പറയാൻ പറ്റില്ല കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50 രൂപയ്ക്ക് മറ്റേ സംഭവം ഗാഡിയോളന്റെ ഇത് എടുത്താലും മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഗിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവ് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.